നമസ്തേ ഫ്രണ്ട്സ്. ബെയ്ജിങ്ങിലെ ഹൃദയഭാഗത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്ക്വയറാണ് തിയാനാൻമെൻ സ്ക്വയർ. ചൈനയുടെ ചരിത്രത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഇവിടം രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. വലിയ ചൈനയുടെ ദേശീയ പതാകയും മഹാനായ മാവോ സെതോങ്ങിന്റെ ചിത്രവും ഇവിടെയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഒറ്റയടിക്ക് ഒത്തുചേരാൻ കഴിയുന്ന വിശാലമായ സ്ഥലമാണിത്. തിയാനാൻമെൻ സ്ക്വയറിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പഴയ രാജകൊട്ടാരം മിങ്ങും ചിങ് രാജവംശങ്ങളും കാലത്ത് ചൈനീസ് രാജാക്കന്മാരുടെ താമസ സ്ഥലമായിരുന്നു. 500 വർഷത്തിലധികം രാജകീയമായ ഭരണത്തിന് സാക്ഷിയായ ഇവിടം ഇന്ന് മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. മനോഹരമായ കൊട്ടാരങ്ങൾ, പഴയ ചൈനീസ് കലാസൃഷ്ടികൾ എല്ലാം ഇവിടെയാണ് കാണാൻ കഴിയുന്നത്. ഗോൾഡൻ മാസ്ക് ഡൈനാസ്റ്റി ഷോ. ഈ ദൃശ്യവിസ്മയ നാടക പരിപാടി പ്രാചീന ചൈനയുടെ ഐതിഹ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള മനോഹരമായ കലാരൂപമാണ്. വസ്ത്രങ്ങളുടെയും ലൈറ്റ് ഇഫക്റ്റിന്റെയും ശബ്ദങ്ങളുടെ സംയോജനം കൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന ഈ ഷോ കാണുമ്പോൾ ഒരു രാജവംശത്തിന്റെ ഭംഗിയും ശക്തിയും അനുഭവിക്കാം. നൃത്തങ്ങളും ആക്ഷൻ രംഗങ്ങളും ചേർന്നുള്ള ഈ പരിപാടി പ്രേക്ഷകരെ സഞ്ചാരത്തിലാഴ്ത്തുന്നു. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ മനുഷ്യനിർമ്മിത കെട്ടിടമാണ് ചൈനയുടെ മഹാമതിൽ. നിരവധി മലകളും താഴ്വരകളും കടന്നു നീളുന്ന ഈ മതിൽ പൗരാണിക ചൈനീസ് ഭരണാധികാരികൾ പതിയാക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ പണിതതാണ്. ഇത് 21,000 കിലോമീറ്ററിലധികം ദൈർഘ്യമുണ്ട്. വിസിറ്റിംഗ് പോയിന്റായി പരമ്പരാഗതമായ ബാഡാലിംഗ് സെക്ഷൻ പൊതുജനങ്ങൾക്കായി തുറന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ചുറ്റും മലകളിലേക്കായി നീളുന്ന മതിൽ കാണുമ്പോൾ അതിന്റെ ഭാവനാതീതമായ ഭംഗിയും ചരിത്ര പ്രാധാന്യവും മനസ്സിലാക്കാം. ലോകത്തെ പുതിയ 7 അത്ഭുതങ്ങളിലൊന്ന് എന്ന ബഹുമതി മഹാമതിലിന് ലഭിച്ചിട്ടുണ്ട്. ഒളിമ്പിക് സ്റ്റേഡിയം. ബെയ്ജിങ്ങിലെ പ്രശസ്തമായ കായിക മൈതാനമാണിത്. 2008 ഒളിമ്പിക് മത്സരങ്ങൾക്കായി പ്രത്യേകമായി നിർമ്മിച്ച ഈ സ്റ്റേഡിയം പക്ഷിക്കൂടിനെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലുള്ളതാണ്. ഏകദേശം 91,000 ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഈ വലിയ സ്റ്റീൽ ഘടന ഒരു അത്ഭുതമാകുന്നു. ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം, സമാപനം, മറ്റു പ്രധാന പരിപാടികൾ എല്ലാം ഇവിടെയാണ് നടന്നത്. ഇന്ന് രാവിലെ നമ്മൾ എത്തിയത് ബെയ്ജിങ്ങിലെ പ്രശസ്തമായ ടെമ്പിൾ ഓഫ് ഹെവനിലേക്ക്. പഴയ ചൈനീസ് രാജാക്കന്മാർ ദേവതകളോട് വിളിച്ചാപ്പ് നടത്താൻ ഉപയോഗിച്ചിരുന്ന ആരാധനാലയ സമുച്ചയമാണിത്. ഇവിടത്തെ പ്രെയർ ഹാൾ ഫോർ ഗുഡ് ഹാർവസ്റ്റ് എന്ന പ്രധാന കെട്ടിടം വൃത്താകൃതിയിലാണ്. അതിന്റെ ശില്പകലയും ആകൃതിയും അതിമനോഹരം. ബുള്ളറ്റ് ട്രെയിൻ യാത്ര ബീജിങ്ങിൽ നിന്നും ഷങ്ഹായിലേക്ക്. ഇപ്പോൾ നമ്മൾ ബുള്ളറ്റ് ട്രെയിനിലേക്ക്. ബെയ്ജിങ്ങിൽ നിന്നുള്ള ഹൈ സ്പീഡ് ട്രെയിനാണിത്. 350 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്നു. പ്രശസ്തമായ മാഗ്ലേവ് ട്രെയിനിൽ യാത്ര ചെയ്യാം. ഈ മാഗ്നറ്റിക് ട്രെയിൻ മണിക്കൂറിൽ 431 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് ചൈനയുടെ വാണിജ്യ തലസ്ഥാനമായ ഷാങ്ഹായിയുടെ ഹൃദയഭാഗത്തേക്ക് നിങ്ങളെ എത്തിക്കും. ഷാങ്ഹായിൽ സ്ഥിതി ചെയ്യുന്ന യുവുവാൻ ഗാർഡൻ മനോഹരമായ പവലിയനുകളും കുളങ്ങളും പാറക്കൂട്ടങ്ങളും നിറഞ്ഞ ഒരു ക്ലാസിക്കൽ ചൈനീസ് ഉദ്യാനമാണ്. ഇത് മിങ് രാജവംശത്തിന്റെ കാലത്ത് നിർമ്മിച്ചതും നഗരത്തിന്റെ തിരക്കിനിടയിൽ ശാന്തമായൊരിടവുമാണ്. യു ഗാർഡനിലെ 9 വളവുകളുള്ള പാലം, അതായത് സിഗ്സാഗ് ബ്രിഡ്ജ്. ഓരോ വളവിലും ഉദ്യാനത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കോണുകളിൽ നിന്ന് കാണാൻ ഇത് സഹായിക്കുന്നു. നേർരേഖയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ദുഷ്ടാരൂഢങ്ങളെ തടയാൻ വേണ്ടിയാണ് പാലം വളച്ചു നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഒരു വിശ്വാസമുണ്ട്. നടക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടെ ഇരിക്കാനും ചുറ്റുമുള്ള സൗന്ദര്യത്തിൽ മുഴുകാനും ഈ വളഞ്ഞ പാലം പ്രേരിപ്പിക്കുന്നു. ചെൻഹുവാങ് ടെമ്പിൾ. നഗരദേവനായ ചെൻഹുവാങ്ങിനെ സമർപ്പിച്ച ഈ ക്ഷേത്രം തനി ചൈനീസ് ആർക്കിടെക്ചറിൽ പണിതതാണ്. യു മാർക്കറ്റ്. ലോക്കൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. ഇപ്പോൾ ഒരു ആസ്വാദ്യമായ യു മാർക്കറ്റ് സന്ദർശനം. ഹാൻഡ്മെയ്ഡ് ഉൽപ്പന്നങ്ങൾ, ചൈനീസ് ചായ, സിൽക്ക് ഉൽപ്പന്നങ്ങൾ, പാചക സാധനങ്ങൾ എല്ലാം ഇവിടെ. ഉത്സാഹം നിറഞ്ഞ ഒരു മാർക്കറ്റ് അനുഭവം. പീപ്പിൾസ് സ്ക്വയർ ആൻഡ് നാൻജിങ് റോഡ്. ഏർബൻ ഷോപ്പിംഗ്. ശ്രീമന്തമായ പീപ്പിൾസ് സ്ക്വയർ പരിസരവും പിന്നെ പ്രശസ്തമായ നാൻജിങ് റോഡും ഷോപ്പിങ്ങിനും നൈറ്റ് ലൈഫ് അനുഭവങ്ങൾക്കും കിടിലനാണ്. നഗരത്തിന്റെ തിളക്കമുള്ള മുഖമാണിത്. ഹുവങ്പു നദി ക്രൂയിസ്. ഇവിടെ വരെയുള്ള യാത്രയിൽ ഇതുവരെ ഏറ്റവും മനോഹരം ഹുവങ്പു റിവർ ക്രൂയിസ്. ഒരു വശത്ത് പഴയ യൂറോപ്യൻ ടച്ചുള്ള ദ ബണ്ട്, മറുവശത്ത് ഷങ്ഹായുടെ ആധുനിക സ്കൈലൈൻ. രാത്രിയിലെ ലൈറ്റുകൾ ഇതെല്ലാം മെച്ചമാക്കുന്നു. സിൽക്ക് ഷോപ്പ്. ദ സിൽക്ക് ഷോപ്പിൽ. ഇങ്ങനെ ബെയ്ജിങ്ങിൽ നിന്ന് ഷങ്ഹായ് വരെ നീണ്ടുന്ന ഞങ്ങളുടെ യാത്ര ഒരു കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയും ഉത്സവമായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലൊരു ട്രിപ്പിൽ പോകാൻ ആഗ്രഹമുണ്ടോ?